ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജോബ് ഇൻ്റർവ്യൂ ആണെന്ന്. ജോബ് ഇൻ്റർവ്യൂ അല്ല കേട്ടോ, ഒരു ഷൂട്ടിന് പോവുകയാണ്. ഒരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോവുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അരുണിൻ്റെ കൂടെ പിള്ളേരുടെ കൂടെ. പിള്ളേരെ പിന്നെ പൊതുവേ ഞാൻ കാണിച്ചു തരാറില്ലല്ലോ, എക്സ്ക്യൂസ് മീ. അപ്പോൾ അതുകൊണ്ടാണ് പിള്ളേരെ കാണിച്ചു തരാത്തത്. അപ്പം ഷൂട്ടിന് പോകുന്ന വിശേഷങ്ങളും ഷൂട്ടും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫോളോ ചെയ്യാത്തോലും സബ്സ്ക്രൈബ് ചെയ്യാത്തോലൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്തിട്ടൊക്കെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ബൈ. അങ്ങനെ കോഴിക്കോടെത്തി സ്റ്റുഡിയോയിലേക്ക് പോവുക കേട്ടോ. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് സ്റ്റുഡിയോ വരുന്നത്. അപ്പോൾ അവിടെ ആരാണ് ഫ്ലോറിൽ എന്നുള്ളത് എനിക്ക് സത്യം പറയാച്ചാൽ അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പം ആകെ ഷോക്കായിപ്പോയി. കാരണം ദാസേട്ടനായിരുന്നു. ദാസേട്ടൻ്റെ നമ്പർ കൊടുത്തത് ഞാനാണ്, പക്ഷേ എൻ്റെ മുമ്പ് ഫ്ലോറിൽ ദാസേട്ടനാണ് എന്നുള്ളത് ഒന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി അവിടെ എത്തിയപ്പോൾ ദാസേട്ടനെ കണ്ടപ്പോൾ. ദാസേട്ടനെ എന്നെ കണ്ടില്ല കേട്ടോ. ദാസേട്ടൻ എന്നെ കാണുമ്പോഴുള്ള ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്നുള്ളതും കൂടിയും ഞാൻ പകർത്തിയിട്ടുണ്ട്. അത് കാണാനൊരു ആകാംക്ഷ, കാരണം ഭയങ്കര കത്തിയടി അവിടെ കുത്തിരുന്ന്. അപ്പം ഞാൻ എന്നെ കാണുമ്പോൾ എന്താണെന്നുള്ളത് ഒന്ന് എടുക്കണമെന്ന് മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് നമ്പർ കൊടുത്തത് ഞാനാണ്, നിങ്ങളാണ് ഇവിടെ ഫ്ലോറിൽ എന്നുള്ളത് ഞാനാണ്. അങ്ങനെ പ്രതീക്ഷിക്കാതെ ദാസേട്ടനെ അവിടെ കണ്ടു. അപ്പം കുറച്ച് വിശേഷങ്ങളും വിവരങ്ങളൊക്കെ പറയാമെന്ന് കരുതി. പ്രതീക്ഷിക്കാതെ കണ്ട കാണലാണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് പറയാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണുമല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ ക്യാമറാമാനെ പറ്റിയൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ് കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ക്യാമറാമാനെ പറ്റി പറഞ്ഞ് ചിരിക്കാനും മാത്രം എന്താന്ന് ചോദിച്ചാൽ, ക്യാമറാമാൻ ഇപ്പോൾ ദുബായിലാണ്. എന്നോട് പറഞ്ഞ ആൾ പോയി പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കളിയാക്കി ചിരിച്ചതാട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ലേ. അങ്ങനെ ദാസേട്ടനോട് യാത്ര പറഞ്ഞു. ദാസേട്ടൻ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്ലോറിലേക്ക് കയറി. അങ്ങനെ പിന്നെ അവർക്ക് ക്യാമറ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം പിടിക്കും. നമ്മളുടെ എന്താ പറയുക, ഫേസൊക്കെ ഫോക്കസ് ചെയ്ത് അങ്ങനെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവ്യൂ തുടങ്ങി. എനിക്ക് കുഴപ്പമില്ല, ഇപ്രാവശ്യം കംഫർട്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഇതിൽ കുറച്ച് വെറൈറ്റി ഉണ്ട് എന്നെനിക്കൊരു തോന്നൽ. എന്ത് തന്നെയാണെങ്കിലും അത് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. ഈ കൊച്ചിൻ്റെ പേരെന്നോട് മറന്നു പോയിട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ ഏതായാലും ഷൂട്ട് തുടങ്ങിയ ആ ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നത്. ഇത് പ്രത്യേകിച്ച് കാണാനും പറയാനും ഒന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയായിരിക്കും ഷൂട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഷൂട്ടിൻ്റെ അവിടുത്തെ ഫ്ലോറിലത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കാണാം കേട്ടോ. ക്യാമറമാനോനെ ഗംഭീരമായിട്ട്
വീട് കേൾക്കാനാണ് സാധ്യതയുണ്ട്. അങ്ങനെ ഇന്റർവ്യൂ അവിടെ കഴിഞ്ഞു. ഇനി നേരെ ഫുഡ് കഴിക്കണം. ഓ അണ്ണാക്ക് പൊളിക്കാതെ നീ ഇഷ്ടമില്ലാതെ വീഡിയോയിൽ നിൽക്കുന്നില്ലേ, അതുകൊണ്ടാ. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. എനിക്ക് കംഫർട്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ഞാൻ ലിങ്ക് ഇടാ എന്ന് പറയാൻ ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്, കാണേണ്ടി ഒരു കാണേണ്ടി. പിന്നെ എന്താ പറയുക, ഇനി നേരെ ഫുഡ് കഴിക്കണം. കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തായിരുന്നു കേട്ടോ സ്റ്റുഡിയോ വരുന്നത്. ഇനി ഫുഡ് കഴിക്കണം, എന്നിട്ട് നേരെ വീട്ടിൽ പോകണം. വാ പോ ചാച്ചണെങ്കിൽ ഇന്ന് വരയും കുറിയൊന്നും ഇല്ല, വരയ്ക്കാനും ഒക്കെ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മിസ്സിനൊന്ന് സന്തോഷമാവട്ടെ. അപ്പം അങ്ങനെയാണ്. പിന്നെ എവിടെ നിന്നാണ് ഒരു ഫുഡ് കഴിക്കാം? നല്ല എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അപ്പം ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ഓക്കെ, ഫുഡ് കഴിക്കാണ്. ചൂത, ചിക്കന്, അയില, മാന്തിയത് കഴിക്കാട്ടോ. ചൂട് പുട്ടും മീനും. പുട്ടും ചിക്കനും കഴിക്കുന്നുണ്ട്, നെയ്ച്ചോറും ചിക്കനും കഴിക്കുന്ന ഒരു വേറുണ്ട്, ആളെ പറയൂല. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, തിരിച്ച് വീട്ടിലെത്തി, ഫ്രഷായി. അങ്ങനെ ഷൂട്ടിംഗ് വിശേഷങ്ങൾ ഇത്രമാത്രമായിരുന്നു ഉള്ളത്. പ്രതീക്ഷിക്കാതെ ദാസേട്ടനെ കണ്ടു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഓക്കെ, ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് പൊതുവെ നേരിടേണ്ടി വന്നതുപോലെ തന്നെയാണ്, അതും ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം ഞാൻ വീട്ടിലെത്തുകയും ചെയ്തു. ഇനിയൊന്ന് ഉറങ്ങണം. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.